അദ്ദേഹം സാധാരണക്കാരിൽ നിന്ന് വന്ന സാധാരണക്കാരൻ്റെ വിഷമങ്ങൾ അറിയാവുന്ന ഒരു നേതാവാണ്. അങ്ങനെ അദ്ദേഹം ഇന്ന് രാജ്യമൊട്ടാകെ ശ്രദ്ധിക്കപ്പെടുന്ന നിലയിലേക്ക് മാറി. രാജ്യം തന്നെ പറഞ്ഞതുപോലെ ഇന്ന് അദ്ദേഹവും കേരളവും ചിന്തിക്കുന്നത് നാളെ ഇന്ത്യ ചിന്തിക്കുന്നു എന്ന നിലയിലേക്ക് മാറി. ഓ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. രസകരമായൊരു കാര്യം, ഈ പുതിയ കാലഘട്ടത്തിൽ മാധ്യമങ്ങൾക്ക് ഇത്രയധികം സ്വാധീനമുള്ളൊരു കാലഘട്ടത്തിൽ ഒരു മാധ്യമത്തിൻ്റെയും ഒരു ചില്ലിക്കാശിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ, മാധ്യമങ്ങളുടെ പരിലാളന ഇല്ലാതെ, എന്നാൽ മാധ്യമങ്ങളോട് നേരിട്ട് ഏറ്റുമുട്ടിയും സത്യസന്ധമായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് മുൻപോട്ട് കടന്നു വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സവിശേഷതയായി ഞാൻ കാണുന്ന ഒരു കാര്യം. ഘട്ടത്തിലും പകരം വെക്കാനില്ലാത്ത വിധമുള്ള വളരെ കൃത്യമായൊരു അദ്ദേഹത്തിൻ്റെ ഭരണ നൈപുണ്യം പ്രകടിപ്പിച്ചു. സ്വീകരിക്കുക നിലപാടും രാഷ്ട്രീയവുമുണ്ട് ഇടതുപക്ഷത്തിന്, സഖാവ് പിണറായിക്ക്. എന്താണ് വലതുപക്ഷത്തിനുള്ളത്? എവിടെയാണ് സാർ നിലപാടുകളിലെ സ്ഥൈര്യം? എവിടെയാണ് നിങ്ങൾ ആ സ്ഥിരത കാണിച്ചിരിക്കുന്നത്? ആരാണ് സാർ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിക്കുന്നത്? നിങ്ങൾ ഏറ്റവും കൂടുതൽ ജനകീയമായ സമീപനം വഴി ഏറ്റവും കൂടുതൽ പാവങ്ങൾക്ക് നിങ്ങൾ ആശ്രയം നൽകിയ, മാധ്യമങ്ങൾക്ക് പോലും പേരെടുത്ത് പറയാൻ പറ്റാത്ത ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നുണ്ട്. എന്തിനാണ്? എൻ്റെ 2 കുട്ടികളെ കൊന്ന ആൾക്കാരോട് കൃത്യമായ രീതിയിൽ നീതി കാണിച്ചില്ല എന്ന് പറഞ്ഞൊരു സർക്കാരിനെതിരെ. കാസർകോട്ടേക്ക് പോയി കഴിഞ്ഞാൽ 2 ചെറുപ്പക്കാരുണ്ടല്ലോ, ആ ചെറുപ്പക്കാർക്ക് ആർട്ടിക്കിൾ 21 അനുസരിച്ചിട്ടുള്ള നീതി നിങ്ങൾ ഏർപ്പെടുത്തിയോ? ഞാനും ജിമ്മിയും താങ്കളും ഉൾപ്പെടെ ഇവിടുത്തെ സമൂഹത്തിലുള്ള ആൾക്കാർ കൊടുക്കുന്ന നികുതിയിൽ നിന്നുള്ള പണം 1 കോടിയോളം രൂപ എടുത്തിട്ട് ഇവിടെ അനുവാദമില്ലാത്ത, ഇവിടെ കോടതി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്ന CBI എൻക്വയറി വേണ്ട എന്ന് പറയുന്നു. എവിടെയാണ് സാർ മാനവികത? ഇനി കഴിഞ്ഞില്ല, ഇവിടെ നിരോധിക്കപ്പെട്ട കേരള പോലീസ് ആക്ടിലെ 118D, കേന്ദ്രത്തിലുള്ള IT ആക്ടിലെ സെക്ഷൻ 66A, ഇവയുടെ ചുവട് പിടിച്ച് നിങ്ങളൊരു 118A കൊണ്ടുവന്നല്ലോ. അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലേ? ലൈസൻസ് കേൾക്കൂ, ബ്രൂവറി ലൈസൻസ് തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചോ? ആഴക്കടൽ തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചോ? ഈ വന്നിരിക്കുന്ന ആരോപണങ്ങൾ, പിൻവാതിൽ നിയമനം, അവസാനം അത് നിർത്തിവെക്കുന്നു, സ്ഥിരപ്പെടുത്തൽ. കേൾക്കൂ, വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, സ്ഥിരപ്പെടുത്തൽ നിർത്തിവെക്കുന്നു. ഏതൊക്കെ കാര്യങ്ങൾ? ശബരിമല വിഷയം, അവസാനം നയം മാറ്റുന്നു. ഏത് വിഷയത്തിലാണ് സാർ നിങ്ങളുടെ സർക്കാർ സ്ഥിരമായിട്ട് നിന്നത്? ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? ഈ മൊബിലിറ്റി PwC, പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ്, എവിടെയാണ് സാർ നിങ്ങൾ സ്ഥിരത കാട്ടിയത്? ഞാൻ നോട്ട് ചെയ്തു അനിൽകുമാർ. മുഖ്യമന്ത്രിയുടെ IT വകുപ്പിലുള്ള അനധികൃത നിയമനങ്ങൾ ഉൾപ്പെടെ ശ്രീ ശിവശങ്കറിനെതിരെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് വിജിലൻസ് തന്നെ എടുത്തിരിക്കുന്ന കേസുകൾ തുടങ്ങി ഇങ്ങോട്ട് വന്നിപ്പോൾ അവസാനം ആഴക്കടൽ മത്സ്യബന്ധനത്തിൽ തന്നെ നിൽക്കുന്ന വിഷയങ്ങളിൽ പിൻവാതിൽ നിയമനം സ്ഥിരപ്പെടുത്തൽ ഒരുപാട് ആൾക്കാരെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ബ്രാൻഡ് പിണറായി എന്ന് പറയുന്നത് പലപ്പോഴും നിലപാടുകളിൽ എടുത്തിരിക്കുന്ന യൂട്ടേൺ ആണ്. ഒരു യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ ഒരു ട്രാഫിക് സിഗ്നലിൽ പിണറായി വിജയന്റെ പടം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ യൂട്ടേൺ എടുത്തു പോകും. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ?